ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതിയിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ബലാത്സംഗ കുറ്റം ചുമത്താൻ എന്ത് അനുമതിയാണ് വേണ്ടതെന്ന് കോടതി ചോദിച്ചു. പ്രതിയാക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുകയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ച അതിജീവിതയുടെ പരാതിയിൽ എഫ്ഐആർ ഇടാത്ത ആ മെല്ലെപ്പോക്കിനെ ഹൈക്കോടതി എടുത്ത് കുടയുന്നു. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, ചില്ലറക്കാരായിരുന്നില്ല മറുഭാഗത്ത്. എഫ്ഐആർ ഇടാൻ പോലും മടിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. കോടതി അന്വേഷണം വേണ്ടേ നിങ്ങൾക്കെതിരെ പരാതി വരുമ്പോൾ എന്ന പോലീസിനോട് എസ് പി ആയിരുന്ന ആളടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് വിമർശിക്കുകയല്ലേ ആഭ്യന്തര വകുപ്പിനെ അടക്കം? ശ്യാം. സുജയ പാർവതി, അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെയും മലപ്പുറം പോലീസിനെയും വിമർശിക്കുന്നത്. പോലീസിനെ കുടയുകയാണ് ഹൈക്കോടതി. പ്രത്യേകിച്ചും പൊന്നാനിയിൽ ഉയർന്നു വന്ന റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ലൈംഗിക പീഡന പരാതിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. പൊന്നാനി CI വിനോദിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാത്തതെന്ത് എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. അതായത് ബലാത്സംഗ കുറ്റമാണ് ആരോപണം. അങ്ങനെ അതീവ ഗൗരവതരമായ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ എന്തുകൊണ്ട് പൊന്നാനി CIക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷിക്കുന്നില്ല? CIക്കെതിരെ കേസെടുക്കാത്തതെന്ത്? CIക്കെതിരെ FIR എടുത്താണ് അന്വേഷിക്കേണ്ടതെന്ന് സർക്കാരിനോട്, പോലീസിനോട്, ആഭ്യന്തര വകുപ്പിനോട് ഹൈക്കോടതി പറയുകയാണ്. കാരണം അതീവ ഗുരുതരമായ ഗൗരവതരമായ ഒരു കുറ്റകൃത്യത്തിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം പോലും നടത്തുന്നില്ല, അഥവാ പ്രാഥമികമായ അന്വേഷണമാണ് നടത്തുന്നത്. ദേവരാജ്, TV പ്രസാദ് അവിടെ പോയി അതിജീവിതയെ വീണ്ടും കണ്ടതാണ്. പരാതി ഒതുക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നതിനെ കുറിച്ചും അതിജീവിത TV പ്രസാദിനോട് പറഞ്ഞതാണ്. TV പ്രസാദ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ സർക്കാരിനും മലപ്പുറം പോലീസിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വരുന്നു. പൊന്നാനി CI വിനോദിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? FIR എടുത്താണ് അന്വേഷിക്കേണ്ടത്. സുപ്രീം കോടതി തള്ളിയ വാദം സർക്കാർ ഉന്നയിക്കുന്നതിനെ അടക്കം വിമർശിക്കുകയല്ലേ പ്രസാദ്? ഹൈക്കോടതിയുടെ ഇടപെടൽ എങ്ങനെ കാണാം? പോലീസിനെയും സർക്കാരിനെയും മാത്രമല്ല സുജയ, പൊന്നാനി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ ഇക്കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതായത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന വിവരം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. 376 അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. പരാതി കിട്ടിയാൽ ആദ്യം FIR രജിസ്റ്റർ ചെയ്യുക, പിന്നെയാണ് അതിൽ അന്വേഷണം നടത്തേണ്ടത്. അങ്ങനെ അന്വേഷണം നടത്തിയിട്ടാണ് അതിൽ കുറ്റക്കാരല്ല അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത്. FIR ഇടാതിരിക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി ആയതുകൊണ്ട് തന്നെ അത് അട്ടിമറിക്കാനും അതിജീവിതയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുമുള്ള ശ്രമമായിരുന്നു CI മുതൽ മുകളിലേക്കുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചത് എന്നതാണ് ഈ കേസിൻ്റെ ഗൗരവം കൂട്ടിയത്. ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതിന് പകരം മലപ്പുറം പോലീസ് അവർക്ക് തോന്നിയ രീതിയിൽ അഡീഷണൽ SP കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിക്കുകയായിരുന്നു അവർ ചെയ്തത്. അങ്ങനെ നടത്തിച്ചു എന്ന് മാത്രമല്ല സുജിയ, അതിജീവിതയെ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടുന്ന രീതിയിൽ 2 ഒഫീഷ്യൽ വാഹനങ്ങളിൽ എത്തിയ 9 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അതിജീവിതയുടെ വീട്ടിന് മുന്നിലേക്ക് വരികയാണ് വൈകിട്ട് 6:30 വൈകിട്ട് 6 മണിക്ക് ശേഷം ഇത്തരം അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്താൻ പാടില്ല എന്ന എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നഗ്നമായി ആ കേസിനെ അട്ടിമറിക്കാനും അതിജീവിതയെ തളർത്താനുമുള്ള നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതുകൂടാതെ മുൻ പൊന്നാനി CIയും ഈ പറയുന്ന ആരോപണ വിധേയനുമായ വിനോദ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ അതിജീവിത ഒരു മോശം സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പറഞ്ഞത്. ഇവർ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണ്, ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കുന്നതിന് വേണ്ടി പരാതി നൽകുന്ന സ്ത്രീയാണ്. പക്ഷേ അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു കേസോ ഒരു പോലീസ് സ്റ്റേഷനിലും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ എന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ അവിടെ കോട്ടക്കൽ SHO ആയി അദ്ദേഹം തുടരുകയാണ്.
എന്നതാണ് ശ്യാം ഇതിലെ ദേവരാജിലേക്ക് പ്രധാനപ്പെട്ട ഒന്നുകൂടി കാര്യം. പോകുന്നു. സുപ്രീം കോടതി തള്ളിയ വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. അന്വേഷിച്ച ശേഷമല്ലേ പരാതി വ്യാജമാണോ അല്ലയോ എന്ന് പറയേണ്ടത് എന്ന കോടതിയുടെ ചോദ്യം. ഈ പരാതി വന്ന ഘട്ടം മുതൽ ആ പരാതിക്കാരിയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന, ആ പരാതിക്കാരിക്കൊപ്പം നിന്ന റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നേരെ വന്ന എല്ലാ വെല്ലുവിളികളെയും അതിജയിക്കുന്ന ഒരു പരാമർശമല്ലേ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പൊന്നാനി മജിസ്ട്രേറ്റ് ഉള്ള വിമർശനങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ ശ്യാം. ഗുരുതര കുറ്റകൃത്യത്തിൽ പരാതി ലഭിച്ചാൽ മജിസ്ട്രേറ്റിന്റെ ചുമതല എന്താണ്? നാലാമതൊരു ഓപ്ഷൻ ഇല്ല. പരാമർശിച്ച കേസ് തെറ്റാണ്. പൊന്നാനി മജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടിനോടും പൂർണ്ണമായും വിയോജിക്കുകയല്ലേ ഹൈക്കോടതി? ശ്യാം ദേവരാജ്. സുജയ പാർവതി, പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. പൊന്നാനി മജിസ്ട്രേറ്റിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ്. ഗുരുതര കുറ്റകൃത്യത്തിൽ, അതായത് ബലാത്സംഗ കുറ്റത്തിൽ പരാതി ലഭിച്ചാൽ മജിസ്ട്രേറ്റിന്റെ ചുമതല എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് കാത്തിരിക്കാൻ മജിസ്ട്രേറ്റിന് അധികാരമില്ല, അവസരമില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ നാലാമതൊരു ഓപ്ഷൻ ഇല്ല. മജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ച കേസ് തെറ്റാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. മാത്രമല്ല, പൊന്നാനി മജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടിനോട് ഹൈക്കോടതി സമ്പൂർണ്ണമായും വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ബലാത്സംഗ കുറ്റം ചുമത്താൻ എന്ത് അനുമതിയാണ് വേണ്ടത് എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. പ്രതിയാക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ഹൈക്കോടതി പറയുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല, ഷീ ഈസ് അഗ്രീവ്ഡ് എന്നാണ് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് ഹൈക്കോടതി പറയുന്നു. മാത്രമല്ല, ഈ ഡിവൈഎസ്പിക്കും SP-ക്കുമെതിരെ നിങ്ങൾക്ക് പിന്നീട് അന്വേഷണം നടത്താം. പക്ഷേ CI-ക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു കുറ്റമുണ്ടല്ലോ, അത് അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണല്ലോ. അതുകൊണ്ട് CI-ക്കെതിരെ കേസെടുക്കാത്തതെന്ത്? പൊന്നാനി CI വിനോദിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാത്തതെന്ത്? FIR രജിസ്റ്റർ ചെയ്യൂ. CI-ക്കെതിരെ FIR എടുത്താണ് പോലീസ് അന്വേഷണം നടത്തേണ്ടത്. ശ്യാം ദേവരാജ്, ഇതിൽ സർക്കാരിനെതിരായ വിമർശനം കൃത്യമായി ഉണ്ടല്ലോ. പ്രതിയാക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രി അടക്കം, ആഭ്യന്തര വകുപ്പടക്കം മറുപടി പറയേണ്ട കാര്യമായി മാറുകയല്ലേ? അങ്ങനെ തന്നെയാണ് സുജയ. സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും കൃത്യമായി മറുപടി പറയണം. പോലീസിനപ്പുറത്തേക്ക് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ്, സർക്കാർ മറുപടി പറയേണ്ടുന്ന ചോദ്യമായി ഇത് ഉയർന്നു കഴിഞ്ഞു. കാരണം ആ രീതിയിലുള്ള അതീവ ഗൗരവതരമായ പരാമർശങ്ങൾ, വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി ഈ കേസിൽ ഉന്നയിക്കുന്നത്. പ്രാഥമിക അന്വേഷണം ചോദ്യം ചെയ്താണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ വളരെ വിശദമായ വാദമാണ് ഇന്ന് ഹൈക്കോടതി കേട്ടത്. അതിനുശേഷം ഈ ഹർജി വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. അതിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോടാണ്, അല്ലെങ്കിൽ സർക്കാരിനോടാണ് പറയുന്നത്, നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കൂ. ലളിതകുമാരി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ലളിതകുമാരി കേസിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നാണ് സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഹൈക്കോടതി പറയുന്നത്. ഇങ്ങനെയല്ല വ്യാഖ്യാനം. കാരണം കേസെടുക്കുക, ഒരു ഗൗരവതരമായ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അറിവ് ലഭിച്ചാൽ അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നതാണ് പോലീസിന് മുന്നിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാണ് ഹൈക്കോടതി പഠിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. സുജയ പാർവതി, അതായത് CI, DYSP, SP 3 റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക പദവിയിൽ ഉള്ളപ്പോഴാണ് അധികാരത്തിന്റെ ഒരു പ്രമത്തത ഈ സ്ത്രീയോട് കാണിച്ചത്. ഒരു സാധാരണ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തുകയും അവർ പരാതിപ്പെടാൻ പോയപ്പോൾ, ഒരു സിവിൽ കേസാണ് എന്നുള്ളത് ഈ CI തന്നെ സമ്മതിക്കുന്നുണ്ട്, പരാതിപ്പെടാൻ പോയ ഒരു സ്ത്രീയെ അവർക്ക് വേറെ ആരും ആശ്രയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു. അത് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ ശ്യാം? സുജയ പാർവതി, അങ്ങനെ തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ആദ്യം ഇത് 2022 ജൂൺ മാസം 6-ാം തീയതി വരുന്ന പരാതിയാണ്. അന്ന് തന്നെയും നിരന്തരം, അതായത് സമയബന്ധിതമായി തന്നെ ഈ വീട്ടമ്മ, ഈ സ്ത്രീ അതിജീവിത പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതികളെല്ലാം എഴുതി തള്ളുകയാണ് പോലീസ് ചെയ്തത്. അതായത് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് പോലീസ് ചെയ്തതെന്ന് വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ആ രീതിയിലുള്ള നിരീക്ഷണവും. കാരണം പോലീസിന്റെ, സർക്കാരിന്റെ വാദങ്ങളെയെല്ലാം അപ്പാടെ തള്ളുന്നു. പോലീസ് നൽകുന്ന മറുപടി ഇതിലൊരു പ്രാഥമിക അന്വേഷണം വേണം എന്ന പ്രാഥമികമായ അന്വേഷണമാണ് നടത്തുന്നത്. കാരണം പരാതിക്കാരിയുടെ മൊഴിയിൽ സംശയമുണ്ട്, അവർ നിരന്തരം പരാതി ഉന്നയിക്കുന്ന ആളാണ് എന്നടക്കമുള്ള വാദങ്ങൾ പറയുമ്പോൾ ആ പരാതിയുടെ മെരിറ്റിലേക്ക് പിന്നെ കടക്കാം. പക്ഷേ തിരികെ എത്താം ഇപ്പോൾ.